ദൈവമാണ് നിന്നോട് കൂടെ നിൽക്കുന്നതെങ്കിൽ നിന്റെ ചരിത്രം മാറും. പത്രോസ് അവൻ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഞാനതിനെ പറയുന്നത് നിരാശയുടെ വല എന്നാണ്. കഴിഞ്ഞ രാത്രി മൊത്തം അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നിട്ടും യേശുവിന് അവന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ഇടം കൊടുത്തു. അതവന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുവാനിടയായിത്തീർന്നു. നീ ഒരുപക്ഷെ ലോകത്തിന്റെ മുൻപിൽ വലിയ പ്രാധാന്യതയില്ലാത്ത വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിന്റെ ജീവിതം തന്നെ നീ നിരാശയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിന്റെ മേൽ ഒന്നും സംഭവിക്കുന്നില്ല ബ്രദറെ, എന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ഉന്നമനമില്ല. എന്നോടൊപ്പം ജീവിതം തുടങ്ങിയവരെല്ലാം നല്ല രീതിയിൽ നിന്ന് കഴിയുകയാണ്, എന്റെ ജീവിതം മാത്രം പരാജയമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിരാശയോടുകൂടി എന്നെ കാണുന്ന നിന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ചരിത്രം മാറുകയാണ്. ദൈവം ഇന്ന് നിന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനുള്ളത്, നിന്റെ ജീവിതത്തിന്മേൽ നീ ദൈവത്തിനൊരു ഇടം കൊടുത്താൽ. പത്രോസ് ചെയ്തത് അത്ര മാത്രമേ ഉള്ളൂ. അവന്റെ ബോട്ടിന്മേൽ അവൻ യേശുവിനൊരു ഇടം കൊടുത്തു. അന്ന് രാത്രി തൊട്ട് പത്രോസിന്റെ ചരിത്രം മാറി. ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്നത്, നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറാൻ പോകുകയാണ്.